പാർലമെന്റിന്റെ ആദ്യ ദിനത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, കേരളത്തിൽ നിന്നുള്ള മറ്റ് ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് 4-നാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആരായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക? എന്തൊക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന നടപടിക്രമങ്ങൾ? ലിബീഷെ, 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 543 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷത്തു നിന്നുള്ള ആദ്യ സത്യപ്രതിജ്ഞ അല്പസമയം മുമ്പ് നടന്നിരിക്കുകയാണ്. ആസാമിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗം റാക്കിബുൾ ഹുസൈനാണ് പ്രതിപക്ഷത്തു നിന്ന് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാണിച്ചാണ് സത്യപ്രതിജ്ഞ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ഇന്ന് ലോക്സഭയിലേക്ക് എത്തിയപ്പോൾ കയ്യിൽ ഭരണഘടനയുടെ പതിപ്പുമായാണ് എത്തിയത്. നേരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയ്ക്ക് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. മൂന്നാം വട്ടവും തന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തന്നെ അധികാരം ഏൽപ്പിച്ചത്. ഏറെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിക്കാനും മറന്നില്ല. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ് നാളെ. അത് വിപുലമായി അടിയന്തരാവസ്ഥ വാർഷികം ആചരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനു മറുപടിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും മണിപ്പൂരിലെ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്ന മണിപ്പൂരിൻ്റെ ക്രമസമാധാന പ്രശ്നത്തിലും ബംഗാളിലെ തീവണ്ടി അപകടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇന്ന് സഭയിലെത്തിയ പ്രതിപക്ഷാംഗങ്ങളെല്ലാം തന്നെ കയ്യിൽ ഭരണഘടന ഏന്തിക്കൊണ്ടാണ് സഭയിലെത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. അക്ഷരമാല ക്രമത്തിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂരിൽ നിന്നുള്ള MP കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി 19 MP-മാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാനുള്ളത്. എല്ലാ MP-മാരും ലോക്സഭയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. സഭയിൽ ഇന്നും നാളെയും മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെയില്ല. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കുക. ലിബീഷ്, ശരി.